ഞാൻ ബിന്ദു. എൻ്റെ യൂട്യൂബ് ചാനൽ ചില്ലി ജാസ്മിനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ഇവിടെ ഒരു മഞ്ഞൾ നട്ടിരിക്കുന്ന പാത്രമാണ്. നട്ടിരിക്കുന്നതെന്നൊന്നും പറയാൻ പറ്റിയില്ല. ഇതൊരു കടയിൽ നിന്ന് ഒരു വിത്ത്, ഈ പച്ചമരുന്നൊക്കെ വിൽക്കുന്ന കടയുണ്ടല്ലോ, അവിടെ നിന്ന് ഞാൻ ഇത് മഞ്ഞളാണോ, മഞ്ഞൾ നടാനുള്ള വിത്തുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അതിൽ നിന്ന് ആവശ്യത്തിന് എടുത്തുകൊണ്ട് പോയിക്കോളാൻ പറഞ്ഞു. അപ്പം ഞാൻ അതിനകത്തുനിന്ന് ഒരു 2 വിത്ത് ചുമ്മാ കിട്ടിയതാണെങ്കിലും ഞാൻ ഒത്തിരിയൊന്നും വാരിയെടുത്തില്ല, 2 കഷ്ണം എടുത്തിട്ടുണ്ട്. അതിലൊരു കഷ്ണം ഇതിനകത്ത് കൊണ്ടിട്ടതാണ്. അപ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്ന് നമുക്ക് മറിച്ചിട്ട് നോക്കാം. ഇത് മണ്ണിനുള്ളിലെ കാര്യമല്ലേ, അപ്പോൾ നമുക്കിത് മറിച്ചിട്ട് നോക്കിയിട്ട് വല്ലതും ഉണ്ടെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ നമുക്കിതിനകത്ത് വേറെ ഏതെങ്കിലും ചെടിയെ നട്ടുവെക്കാം. അപ്പോൾ ഞാൻ ഇതിനകത്തോട്ട് മറിച്ചിടുവാണേ. അപ്പോൾ വെള്ളമൊന്നും ഇല്ലാതിരിക്കുന്നതുകൊണ്ട് വീഴുമോന്നൊന്നും അറിയത്തില്ല, നോക്കട്ടെ. അല്ലെ നമുക്ക് ഇച്ചിരി വെള്ളം ഒഴിച്ച് നോക്കണം. വീഴുന്നില്ല കേട്ടോ, മഞ്ഞളുണ്ട് കേട്ടോ, ഇതേ പറ്റിപ്പിടിച്ചിരിക്കുന്നുണ്ടോ. അപ്പോൾ ഞാൻ ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് മറിച്ചിടാവേ. അപ്പോൾ ഇത് ഞാൻ അങ്ങോട്ട് മറിച്ചിടുവാണ്, കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ടേ. വീഴുമോ നോക്കാം. വീഴുന്നുണ്ട് കണ്ടോ. അധികവും മണ്ണാന്ന് തോന്നുന്നുണ്ട്. ഇതേ കണ്ടോ, നല്ല സൂപ്പറായിട്ടുണ്ടായിട്ടുണ്ട് കേട്ടോ. എൻ്റെ ദൈവമേ, നമുക്ക് മണ്ണ് കളയാം. അന്നേരം വല്ലതും ഉണ്ടോ നോക്കാം. ഇനി ഇങ്ങോട്ടൊന്നും ഒന്നുമില്ല. ഇതേ ഇവിടെ ഒരു ഇച്ചിരി അതുകൊണ്ടുണ്ടെന്ന് തോന്നുന്നു. ഇതേ കണ്ടോ, നമുക്കത് കഴുകുമ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഇതാണ് മണ്ണിലെ സ്വർണം, കണ്ടോ. കുറച്ചൊക്കെ കണ്ടോ, വെള്ളമൊക്കെ ഇടയ്ക്ക് ഒഴിക്കുന്നതുകൊണ്ടാണ് അഴുകിപ്പോയിട്ടുണ്ട് കുറച്ചൊക്കെ. ഇവിടെ നിന്ന് ഞാൻ പൊട്ടിച്ചെടുത്തിട്ട് കാണിക്കും. അയ്യോ നോക്ക്, കണ്ടോ കളർ കണ്ടോ. ഒത്തിരി ഒന്നും ഇല്ല കേട്ടോ, കാണുന്ന പോലെ ഒന്നും ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു. അവിടെ ഇവിടെയൊക്കെ നല്ലതായിട്ടുണ്ടായിട്ടുണ്ട്. ഒരെണ്ണം കേട്ടോ. നമുക്കിതെല്ലാം ഒന്ന് കഴുകിയെടുക്കാം, അന്നേരം നമുക്ക് കാണാം വല്ലതും ഉണ്ടോയെന്ന്. ഇത് കണ്ടോ, മണ്ണിനകത്തിങ്ങനെ പൊതിഞ്ഞ കണ്ടോ. ഇതൊരു കൂട്ടം മഞ്ഞളാണേ. ഇത് സൂപ്പറായി കേട്ടോ. നമുക്കിത് ശരിക്കും പറഞ്ഞാൽ ഇത് അങ്ങ് നട്ടു വെക്കാവേ. ഇത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഒന്ന് വാട്ടി ഉണങ്ങാനുള്ളത്ര മഞ്ഞളുണ്ട്. ഇത് മഞ്ഞൾ നമുക്ക് വാട്ടി ഉണങ്ങുന്നതും കൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാവേ. എന്നെപ്പോലെ ഈ ചെറിയ ചെറിയ കൃഷിയൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ, അവർക്കിതൊന്നും അറിയാൻ മേല. ശരിക്കും പറഞ്ഞാൽ ചെറിയ പ്രായത്തിൽ ഈ മണ്ണും കൃഷിയും ഒന്നും നോക്കാൻ പറ്റാതെ പഠിത്തവുമായിട്ട് നടന്നവരാണ്. എന്നെപ്പോലുള്ള ഒത്തിരി ആൾക്കാർ കാണുമായിരിക്കും ഇപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്തുന്നവർ. അപ്പോൾ കണ്ടോ, ഇത്രയും മഞ്ഞൾ ഞാൻ ഈ ഒരു കഷ്ണം, ഇതുപോലൊരു കഷ്ണം മഞ്ഞൾ വെച്ചതാണ് കേട്ടോ. നമ്മുടെ ആവശ്യത്തിന് മഞ്ഞൾ കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ ചിലതൊക്കെ ചീഞ്ഞും പോയിട്ടുണ്ട് കണ്ടോ. എന്നിട്ടും നമുക്ക് ഇത്രയും മഞ്ഞൾ കിട്ടി. ഇത് കഴുകിയിട്ട് കാണിക്കാം. കളർ കണ്ടോ, മണ്ണ് പോകുമ്പോഴത്തെ മഞ്ഞളിൻ്റെ കളറാണ് നല്ല സൂപ്പർ. കണ്ടോ, കൃഷി തുടങ്ങിയിട്ട് ഞാൻ കുറച്ച് നാളായെന്ന് പറഞ്ഞാൽ ഇതുപോലെ മഞ്ഞളൊന്നും ചെയ്തിട്ടില്ല. കാരണം നമുക്ക് മഞ്ഞൾ വെച്ചിട്ട് ഇത് എന്നാ ചെയ്യാനാണ്, വലിയ കാര്യമൊന്നും ഇല്ലല്ലോ എന്ന് ഞാൻ വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്യാതിരുന്നത്. കഴിഞ്ഞ വർഷം അങ്ങാടിക്കടയിൽ നിന്ന് ഞാൻ ഒരു കഷ്ണം മഞ്ഞൾ, ഇതുപോലൊരു കഷ്ണം മഞ്ഞളാണ് ഇതിനകത്ത് വെച്ചിരിക്കുന്നത്. ഇത് ഞാൻ ഈ കഴുകിയെടുത്തിട്ട് കാണിക്കാവേ. ഇത്രയും മഞ്ഞൾ നമുക്കിന്ന് കിട്ടിയിട്ടുണ്ടേ. നമ്മൾ മഞ്ഞളിൻ്റെ വിളവെടുപ്പ് കഴിഞ്ഞിട്ട് പറമ്പിലോട്ട് ഇറങ്ങിയിട്ടുണ്ടേ. അപ്പം പറമ്പിൽ നമ്മൾ ഈ കാണുന്ന ചക്കയെന്ന് പറയുന്നത് ഞാൻ കുറച്ച് നാൾ മുൻപ് വാങ്ങിച്ചു വെച്ചിരുന്ന ഒരു ചെമ്പരത്തി വരിക്കയുടെ പ്ലാവാണേ. അപ്പം നമ്മൾ നേഴ്സറിക്കാരൻ പറഞ്ഞാലും നമുക്ക് അനുഭവപ്പെട്ടാലല്ലേ നമുക്കിത് ഉറപ്പിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ ചക്കയെന്ന് പറയുന്നത് വിളഞ്ഞപ്പോഴത്തേക്കിന് പൊട്ടിക്കീറിയിട്ടുണ്ടായിരുന്നേ. അപ്പം ഞാനിത് പറിച്ചു കൊണ്ടുപോയി വീട്ടിൽ കൊണ്ടുപോയി പഴുപ്പിച്ചു വെച്ചു. അപ്പം ഞാൻ നിങ്ങളോട് പറയുന്നുണ്ടായിരുന്നു, ഞാനിത് മുറിക്കുമ്പം നിങ്ങളെയും കാണിച്ചു തരാം, എങ്കിലല്ലേ നിങ്ങൾക്ക് വിശ്വാസം വരത്തുള്ളൂ. അപ്പം ഞാനങ്ങനെ പറിച്ചു വെച്ചിരുന്ന ചക്ക ഒരു 2-3 ദിവസം കൊണ്ട് പഴുത്ത മണം വരാൻ തുടങ്ങിയപ്പം എടുത്തു വെച്ചിട്ട് മുറിക്കുവാണേ. അപ്പം മുറിച്ചിട്ട് നമുക്ക് കാണാം നല്ല കളറുണ്ടോ, ചെമ്പരത്തി വരിക്കയെന്ന് പറഞ്ഞാൽ പേര് പോലെ തന്നെയാണോ എന്നൊക്കെ നമുക്കൊന്ന് നോക്കാം. മുറിച്ചങ്ങോട്ട് കഴിയട്ടെ കേട്ടോ. അപ്പം നമ്മൾ മുറിക്കാനിങ്ങനെ കണ്ടോ, നല്ല സൂപ്പർ കളറുണ്ട് കേട്ടോ, പറഞ്ഞ പോലൊക്കെ തന്നെയാണ്. ഇനി നമുക്കറിയാനുള്ളതെന്ന് പറഞ്ഞാൽ ഇതിന് നല്ല മധുരമുണ്ടോ, നല്ല രുചിയുള്ളതാണോ, അതൊക്കെ നമുക്കറിയണ്ടേ. അപ്പം നമ്മളിത് 2ആയിട്ട് മുറിച്ചിട്ട് ചെറുതാക്കി മുറിച്ചെടുത്താലല്ലേ നമുക്ക് കഴിച്ച് നോക്കാൻ പറ്റത്തുള്ളൂ. അപ്പം ഇത് 2ആയിട്ട് മുറിച്ച് ഇനി നമ്മൾ ചെറുതാക്കി മുറിച്ചെടുക്കുവാണേ. അങ്ങനെ മുറിച്ചെടുത്താൽ മാത്രം പോരാ, അതിൻ്റെ നടുക്കിരിക്കുന്നുണ്ടോ കൂഞ്ഞിലെന്ന് നമ്മൾ പറയും, അതും കൂടെ മുറിച്ച് ചെറിയ പീസുകളായിട്ട് അടത്തിയെടുത്താലാണ് നമുക്ക് ഓരോ ചുളയായിട്ട് എടുത്ത് തിന്നാനായിട്ട് പറ്റുന്നത്.
അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് എനിക്കത് ചെറുതാക്കി മുറിച്ച് തരുവാണ്. എൻ്റെ ഹസ്ബൻഡിന് ശകലം ഷുഗറിൻ്റെ ഒക്കെ ഉണ്ട്, അതുകൊണ്ട് കൂടുതൽ തിന്നാൻ പറ്റത്തില്ല. അപ്പം മുറിച്ചെടുത്ത് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ചെമ്പരത്തി വരിക്ക നല്ല മധുരം ഉള്ളതാണോ എന്ന്. അപ്പം മുറിച്ചപ്പോഴേ എനിക്ക് തരുവാണ്. അപ്പം ഞാനതിൽ നിന്ന് ഒരു ചുള എടുത്തിട്ട്, ചുള മുഴുവനില്ല, ഒരു ഇച്ചിരിയേ ഉള്ളൂ. അപ്പം ഞാനതെൻ്റെ ഹസ്ബൻഡിനെ ടേസ്റ്റ് ചെയ്യാനായിട്ട് കൊടുക്കുവാണ്. എന്നിട്ട് വേണം എനിക്കൊരു ശകലം തിന്നാൻ. ഉണ്ടോ? അങ്ങനെ നമ്മൾ തിന്ന് നോക്കിയപ്പം നല്ല മധുരം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ എൻ്റെ അമ്മായി വന്നിട്ടുണ്ടായിരുന്നു, അമ്മായിക്കും കൊടുത്തു. അപ്പോൾ അമ്മായി പറയായിരുന്നു കുറച്ചും കൂടെ പഴുക്കണം, പഴുത്തിട്ട് മുറിച്ചാൽ മതി. നമ്മൾ ഈ ആവേശം കയറി മുറിച്ചെടുക്കുന്നതല്ലേ, നേരത്തെ തന്നെ ടേസ്റ്റ് അറിയാനായിട്ടും അതിൻ്റെ കളർ അറിയാനായിട്ടുമുള്ളൊരു താല്പര്യമാണ് നമ്മളിനെ പെട്ടെന്ന് ഇതിനെ കൊണ്ട് മുറിപ്പിച്ചതിൻ്റെ കാരണം. അപ്പോൾ എന്തോ അഭിപ്രായം പറഞ്ഞപ്പം എൻ്റെ ഹസ്ബൻഡ് അത് നോക്കിയിരിക്കുവാണ്. എന്നിട്ട് ഞാൻ എൻ്റെ ഓരോ ചുളയായിട്ട് അടത്തിയെടുത്ത് തിന്ന് നോക്കുവാണ്. ഇത് മുറിച്ചപ്പോൾ ഉണ്ടല്ലോ, ഉണ്ടായിരുന്ന എല്ലാവർക്കും, എൻ്റെ അമ്മായിക്ക് കുറച്ച് കൊടുത്തു വിട്ടു, ഞങ്ങൾ തിന്നു, എൻ്റെ ചെറുതത്തിൻ്റെ ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നു, അവന് കൊടുത്തു. എല്ലാവരും നല്ല അഭിപ്രായമാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുന്നേ ഇനിയുള്ള വിത്തുകളും കൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാവേ. ഇത് മല്ലിയുടെ വിത്താണേ. അപ്പോൾ മല്ലി കൃഷി ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചില്ലി ജാസ്മിൻ മല്ലി കൃഷി എന്ന് അടിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും. ഈ കൃഷി കണ്ട് പഠിച്ചതിന് ശേഷം വേണം, അല്ലെങ്കിൽ മല്ലി കൃഷി കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം വേണം മല്ലി വിത്തുകൾ പാകി മുളപ്പിക്കാൻ, അല്ലെങ്കിൽ നമുക്ക് നഷ്ടപ്പെടും. ഇത് കിളിപ്പിച്ചെടുക്കാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള ഒരു ഇനമാണ് മല്ലി. അതുപോലെ ഇത് മത്തനുണ്ട്, അതുപോലെ കുമ്പളമുണ്ട്, പിന്നെ വെള്ളരി. വെള്ളരി എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഈ ഫെബ്രുവരി മാസത്തിലെങ്കിലും വെള്ളരി നട്ടുപിടിപ്പിച്ചാലേ നമുക്ക് വിഷു ആകുമ്പോഴത്തേക്കിന് വെള്ളരി വിളവെടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. കാന്താരിയുടെ വിത്താണ്. അതുപോലെ ഇത് റോയൽ ബ്ലാക്ക് കറുത്ത കാന്താരി മുളകാണ്. നമ്മുടെ സാധാരണ വെണ്ടയാണ്. ഇത് ചുവന്ന വെണ്ടയാണ്. പിന്നെ തണ്ണിമത്തൻ നിങ്ങൾക്ക് പാകി മുളപ്പിക്കാം. ഞാനിവിടെ പാകി മുളപ്പിച്ചത് നിങ്ങളെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. എല്ലാ വിത്തുകളും ഒന്നുപോലും നഷ്ടപ്പെടാതെ കിളുത്ത് കിട്ടുന്നതാണ് തണ്ണിമത്തൻ. ഇത് പിന്നെ മാലാഖ വഴുതന, ഇത് വയലറ്റ് വഴുതന, അതുപോലെ ഇത് പച്ച വഴുതന, ഇത് ഉജ്ജ്വല മുളക്, ഇത് പിന്നെ ഉണ്ടമുളക്, ഇത് നമ്മുടെ സാധാരണ നീളൻ മുളക്. പല ഇനം മുളകുകൾ ഇവിടെ ഉണ്ട്. ഞാനിത് അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാവേ. അപ്പോൾ ഇതേപോലെ ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം.